നിങ്ങൾ അങ്ങ് ദൂരെ ഒരു മല കാണുന്നുണ്ടോ? ആ കാണുന്ന മലയാണ് ജബൽ ഐർ എന്ന് പറയുന്ന മല. ആ മലയുടെ വലത് ഭാഗത്ത് കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഇങ്ങനെ കയറി വന്നത്, ഹിജ്റ വന്ന വഴിയിൽ. അങ്ങനെ അന്ന് അവർ മദീനയിലെത്തി ആദ്യമായിട്ട് ഇറങ്ങിയ വീടുണ്ടായിരുന്നത് ഈ കാണുന്ന ഈത്തപ്പന നിൽക്കുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ ആ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെയും ഇസ്ലാമിലെയും ഒക്കെ ആദ്യത്തെ പള്ളിയായ ഈ കാണുന്ന മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന പള്ളിക്ക് തറക്കല്ലിട്ടത്. ഈ ഒരു പള്ളിയും വീടും ഒക്കെ നിൽക്കുന്ന സ്ഥലം അന്നത്തെ മദീനയിലെ പ്രസിദ്ധ ഗോത്രമായിരുന്ന ബനി അംറു ബിൻ ഔഫ് ഗോത്രക്കാരുടെ താമസ സ്ഥലമായിരുന്നു. ഈ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസം നിന്നു എന്നത് വ്യത്യസ്ത അഭിപ്രായമാണ്. ചിലർ പറയും 4 ദിവസം, 12 ദിവസം, 14 ദിവസം, അതിലധികം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യമായിട്ട് വന്നിറങ്ങിയ വീടുണ്ടായിരുന്നത് ഈ കാണുന്ന സ്ഥലത്തായിരുന്നു. ബനി അംറു ബിൻ ഔഫ് ഗോത്രക്കാരുടെ നേതാവായിരുന്ന മഹാനായ കൽസൂം ബിൻ ഹദം റളിയല്ലാഹു അൻഹു, ഈ ബോർഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മൗഖഅദാർ സഹാബി കൽസൂം ബിൻ ഹദം റളിയല്ലാഹു അൻഹു, അവരുടെ വീട്ടിലായിരുന്നു. അവരായിരുന്നു അന്നത്തെ ആ ഗോത്രത്തിൻ്റെ നേതാവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നില്ല, മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു